ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏഞ്ചൽ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് ഒട്ടകത്തിൻ്റെ ഇറച്ചി വെച്ചിട്ട് ഒരു ക്യാമൽ മസാലയാണ് ഉണ്ടാക്കുന്നത്. അത് നല്ല നമ്മുടെ ബീഫ് മസാല പോലൊക്കെ തന്നെ ഇരിക്കുന്നതാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പം ഞങ്ങളിവിടെ ലുലുന്ന് മേടിച്ചതാണിത്. 1/2 കിലോ ആണ് ഞാൻ ക്യാമൽ മീറ്റ് മേടിച്ചേക്കുന്നത്. അത് ബോൺലെസ് ആണ്. അപ്പോൾ നമുക്ക് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയൊരു റോസ്റ്റാണ്. അപ്പോൾ ഇതിനു വേണ്ടി 1/2 കിലോ ബോൺലെസ് മീറ്റാണ് മേടിച്ചേക്കുന്നത്. അപ്പോൾ ഇത് ലുലുന്ന് അവരിങ്ങനെ തന്നെ കട്ട് ചെയ്ത് നമുക്ക് തരും. പിന്നെ നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി, വൃത്തിയാക്കി കഴുകിയെടുത്താൽ മതി. അപ്പോൾ അത് 1/2 കിലോയാണ് മേടിച്ചേക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ കഴുകി വെള്ളമെല്ലാം കളഞ്ഞ് വെച്ചതാണ്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി കുറച്ച് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു നാരങ്ങയുടെ പകുതി നീരിതിനകത്ത് ചേർത്ത് കൊടുക്കുക. കാരണം ഇത് ബീഫിനെക്കാട്ടി കുറച്ചുകൂടെ കട്ടിയുള്ള ഇറച്ചിയാണ്. ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് നമ്മൾ നാരങ്ങ നീര് ചേർക്കുന്നത്. ഒരു നാരങ്ങയുടെ പകുതി നീരൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് ഇനി നമ്മുടെ കൈ വെച്ച് നല്ലതുപോലെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റും നാരങ്ങ നീരും ഉപ്പും എല്ലാം കൂടെ നല്ലതുപോലെ നമ്മുടെ ഒട്ടക ഇറച്ചിക്കകത്ത് ഒന്ന് പിടിച്ച് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ മൂടി വെച്ച് കൊടുക്കാം. ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമില്ല, 1/2 മണിക്കൂർ പുറത്ത് വെച്ചാൽ മതി. ഇപ്പോൾ 1/2 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിത് ഇനി കുക്കറിനകത്ത് വെച്ചിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒരു 4-5 വിസിൽ വന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ വേവിച്ചെടുത്തിയാണ് ഇത്. വെള്ളമെല്ലാം പറ്റി വെന്തപ്പോൾ അതിൻ്റെ പകുതിയേ ഉള്ളൂ. നല്ലതുപോലെ വേകണം. ബീഫിനെക്കാട്ടി കുറേ കൂടെ വേഗമുണ്ട് ഇതിന്. 4-5 വിസിൽ വരെ കേൾക്കണം. അതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് നമുക്ക് ഗ്യാസ് ഓണാക്കി കൊടുക്കാം. പാൻ ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഒലിവ് ഓയിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ നമ്മുടെ വെളിച്ചെണ്ണ ആയാലും ഏത് ഓയിലായാലും എടുക്കാം. അപ്പോൾ നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകം ഉണ്ടല്ലോ മസാലയിലൊക്കെ ഉള്ളു, ആ ജീരകം ഇട്ടൊന്ന് ചൂടായാൽ മതി. ജീരകം അതിലേക്ക് ഒരു തേങ്ങയുടെ പകുതി മതി, ചെറിയ കഷ്ണങ്ങളാക്കി. ചെറിയൊരു തേങ്ങയുടെ പകുതിയുടെ 1/4 ഭാഗം മതി. അത് കുറച്ച് കഷ്ണങ്ങളാക്കി ഇതിട്ട് കൊടുക്കുക. ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങ കൊത്തും. ഒരുപാടങ്ങ് ബ്രൗൺ കളറാവണ്ട. ഒന്ന് കളർ മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി ഇഞ്ചിയും ചെറിയ കഷ്ണങ്ങളാക്കിയത്, വെളുത്തുള്ളി കുറച്ച് കഷ്ണങ്ങളാക്കിയതും ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഒന്ന് കളർ മാറി ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് പച്ചമുളക് കൂടെ 4 പച്ചമുളകാണ് ഞാൻ എടുത്തത്. 4 പച്ചമുളകും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 2 മീഡിയം സൈസ് സവാളയാണ് നീളത്തിൽ കട്ട് ചെയ്തതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബീഫ് റോസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ടേസ്റ്റിന് ചെറിയ വ്യത്യാസമേ ഉള്ളൂ, വലിയ വ്യത്യാസമൊന്നുമില്ല. ആദ്യം നമ്മൾ ബീഫാണെന്ന് വിചാരിക്കും, പിന്നെ കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്കത് വേറൊരു ടേസ്റ്റാണ് വരുന്നത് ഇറച്ചിക്ക്. അല്ലാതെ പെട്ടെന്ന് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഒരു
ഉള്ളി പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഫ്ലെയിം കുറച്ചിട്ട് 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഒരുപാട് വഴന്ന് വേണ്ട, കളറൊന്ന് മാറി വന്നാൽ മതി. അപ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർക്കാം. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മുളകിൻ്റെയൊക്കെ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗരം മസാല 1 ടീസ്പൂൺ. ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല പൗഡറാണ്, അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചതച്ച കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് മസാലയുടെയും എല്ലാം. 1 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അതുകൂടെ ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഒട്ടകത്തിൻ്റെ ഇറച്ചി ചേർത്ത് കൊടുക്കുക. നമ്മുടെ ബീഫിനെ പോലെ കൊഴുപ്പൊന്നും അങ്ങനെ ഇല്ല, കൊഴുപ്പൊട്ടുമില്ല. എന്തായാലൊന്നും കൊഴുപ്പില്ലാത്ത ഇറച്ചിയാണ് ഒട്ടകത്തിൻ്റെ. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനകത്ത് കുറച്ച് വെള്ളം കാണുമല്ലോ നമ്മൾ വേവിക്കുമ്പോൾ, അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. കാരണം ഇതെല്ലാം കൂടെ കിടന്ന് ഒന്നുകൂടെ ഒന്ന് മസാലയും ഇറച്ചിയിലൊക്കെ ഒന്ന് പിടിച്ച് വരണമല്ലോ. അപ്പോൾ അതിന് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഒട്ടക റോസ്റ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മണമാണ് വരുന്നത്, അതുപോലെ ടേസ്റ്റുമാണ്. 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ വിനാഗിരി ചേർത്തില്ലല്ലോ, ഇത് ഇറച്ചി വെന്തപ്പോൾ നമ്മൾ നാരങ്ങാനീരാണ് ചേർത്തത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഒട്ടക റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. വളരെ ടേസ്റ്റിയാണ്. ചപ്പാത്തിയുടെ കൂടോ ചോറിൻ്റെ കൂടോ അപ്പത്തിൻ്റെ കൂടെ പുട്ടിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഒട്ടകയിറച്ചിയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഇറച്ചിയാണ്. ബീഫിൻ്റെ കണക്ക് അങ്ങനെ കൊഴുപ്പൊന്നും ഇല്ലാത്ത ഇറച്ചിയാണ്. അപ്പം നമുക്കിനി ഇത് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പം ഞാനിത് ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റിയിട്ട് കുറച്ച് ക്യാരറ്റും കുക്കുംബറും തക്കാളിയൊക്കെ വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ. എല്ലാവരും ഒട്ടകത്തിൻ്റെ ഇറച്ചി കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കാരണം നമുക്ക് ഒരു വെറൈറ്റി ഡിഷാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നാട്ടിൽ കിട്ടാൻ പാടായിരിക്കും, ഇവിടെയൊക്കെ ഇപ്പം ഒമാനിലാണ് ഞങ്ങളുള്ളത്. അപ്പോൾ അങ്ങനെ കിട്ടിയപ്പോൾ ഇത് ചെയ്തപ്പോൾ എന്നാൽ വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ ഒരു വെറൈറ്റി ഡിഷാണ് ഇത്, ഫ്രൈ ചെയ്തും കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ
ഒട്ടകത്തിൻ്റെ ഇറച്ചിയൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. ഓക്കെ, താങ്ക് യു.